ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഇരിപ്പിച്ചാസ്. എല്ലാവർക്കും പാലം കാണുമ്പോൾ മനസ്സിലാവും, ഒരു പക്ക ഫേമസ് പാലമാണ്. നമ്മൾ ഈ പാലം വരി 3.5 അടി വട്ടോടെ പോണേന് എന്താണല്ലേ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, നമ്മൾ വട്ടോടെ ഫസ്റ്റ് വില്ലേജ് സമയത്ത് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ഒരു വണ്ടി ഒതുക്കിയ സമയത്ത് ഒരു ചേട്ടനെ കണ്ട്. ആ ചേട്ടനാണ് ആ ഫസ്റ്റ് ചേട്ടൻ. ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കൂടെ പറയുവാണെങ്കിൽ കാണിച്ചുതരാമെന്ന് പറഞ്ഞ്. നമ്മൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊന്നും എടുത്തില്ല, കാണിച്ചുതരാം എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ആ പോണ പോക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോണ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവിക ഡൗട്ട് ചോദിക്കണമല്ലോ. ആ ഡൗട്ട് ഒന്ന് ഫസ്റ്റ് കേട്ടോക്ക്, കേട്ടിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഇവിടെ ബീൻസ് ഒരു 5 ബീൻസ് വരും. തോരൻ വെക്കുന്നത് ബട്ടർ ബീൻസ്, സോയാ ബീൻസ്, പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ബീൻസ്. പിന്നെ ഈ കാണുന്ന വെളുത്തുള്ളി കൃഷിയാണ്. ഈ നെല്ല് പോലെ നല്ല വെളുത്തുള്ളിയാ. ഇവിടുത്തെ വെളുത്തുള്ളി ഏറ്റവും ഗുണമേന്മയുള്ള വെളുത്തുള്ളി. നമ്മളെ കറിയിലൊക്കെ 1-2 പീസ് ഇട്ടാൽ മതി. ഇല്ല, എല്ലാവർക്കും കുറേശ്ശെ സ്ഥലമുണ്ട്, എല്ലാവരും കൃഷിക്കാരാ. ഇതിപ്പോ ഞങ്ങളുടെ സ്വന്തം കൃഷിയാ. ഈ വെളുത്തുള്ളി അതെ, ഈ ഒരു 3 തട്ടം നമ്മുടെയാ. അതിൽ കുറച്ച് സ്ട്രോബെറി പുതിയ കുറച്ച് നട്ടിട്ടുണ്ട്. കവർ ചെയ്തേക്കുന്ന സ്ട്രോബെറി. ഇല്ല, മഴയുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പൊ കൃഷിക്കൊക്കെ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. കാരണം മഴ കൂടിയാലും പ്രശ്നമാണ്, മഴ കുറഞ്ഞാലും പ്രശ്നം. ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? സ്ട്രോബെറി ആണ് പുള്ളിയുടെ സ്പെഷ്യൽ ഐറ്റം. ഈ ഒരു മഞ്ഞ സീറ്റ് കണ്ടോ, അതിൻ്റെ അകത്താണ് പുള്ളിയുടെ കൃഷി ഫുള്ള് മഞ്ഞൾ. അതിൻ്റെ അകത്താണ് സ്ട്രോബെറി, എല്ലാ പച്ചക്കറികളും മഞ്ഞൾ. അപ്പൊ നമുക്കൊന്ന് കേറി നോക്കാം. സൂര്യകാന്തി ഒക്കെ ഉണ്ട്. ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങളാരും ചെരുപ്പിട്ട് കയറിയല്ല, അതേ ഉള്ളൂ. നിങ്ങൾ വരുന്നവർക്കെല്ലാം കുഴപ്പമില്ല. കയറിക്ക് നടന്നു പോരെ, അത് കുഴപ്പമില്ല പോരെ. ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ഇട്ടോ ധൈര്യമായിട്ട് പോരെ. ഇതാ ക്യാബേജ്. ഇത് വിളവായി തുടങ്ങി. ഇനി ഒരു ഒരാഴ്ച കൂടെ കഴിയണം. ഇനി സൂര്യകാന്തി നമുക്ക് ഈ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറച്ച് കുറയും. അതിനുവേണ്ടി പിന്നെ വരുന്നവർക്ക് ഒരു ഭംഗിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ചെടികളാ സ്ട്രോബെറിയുടെ. ഇതൊക്കെ സ്ട്രോബെറി തയ്യാ. ഇത് പഴുത്ത് കിടക്കുന്ന കാണാം, അപ്പുറത്തുണ്ടോ. ഇതൊക്കെ മല്ലി. ഇത് ബീട്രൂട്ട്, റെഡ് കളറുള്ള. അതൊക്കെ പുതിയ ചെടികളാ. ഇത് കായ്ച്ചു തുടങ്ങിയതാ. ഇതാണ് സ്ട്രോബെറി. കുറച്ചുകൂടെ റെഡ് ആകണം, നമ്മളെ കഴിക്കാൻ പാകമാണേലേ. ഇതാണ്ട് ഇത് കേട്ടോ, ഇങ്ങോട്ട് വാ. ഇതിപ്പോ നല്ല റെഡ് ആയതാ, ഇത് കഴിക്കാൻ പാകമായതാ. ഇത് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ സെയിലുണ്ടോ? ഇല്ല, ഇതിപ്പോ നമ്മൾ വരുന്ന വിസിറ്റേഴ്സിന് കൊടുക്കും. ചെടിയാന്നുള്ളത് പറിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കൂടുതലുള്ളപ്പോൾ ഇതിന്റെ ജാമൊക്കെ ഉണ്ടാക്കും വീട്ടില്. ജാമതിന്റെ വൈന് അതൊക്കെ ഉണ്ടാക്കും. അതാകുമ്പോൾ കേടാകാതെ ഇരുന്നോളും. ഈ സാധനം ഇത് ഗോൾഡൻ ബെറി. ഈ സാധനം ഒരു 10 ഐറ്റം വിറ്റമിനുള്ള സാധനമാണിത്. ഗോൾഡൻ ബെറി അല്ലേ? ക്യാൻസർ പേഷ്യന്റ് വരെ കഴിക്കുന്ന സാധനം ഇത്. പഴുത്ത് കഴിയുമ്പോൾ നല്ല ഗോൾഡ് കളറാവും. നോക്കട്ടെ പഴുത്തുണ്ടോ എന്നേ. അല്ല, ഞാൻ ഫാമിലി ആയിട്ടാ. പഴുത്തിട്ടില്ല. ഇത് ഗോൾഡൻ ബെറി. ഇവിടെ പൊട്ടിപ്പഴം എന്നൊക്കെ പറയും. പൊട്ടിക്ക, ഓരോ നാട്ടിലും ഓരോ പേരായ. അത് ക്യാരറ്റിന്റെ ചെടിയാ. താഴെയുള്ളല്ലേ? അത് വെളുത്തുള്ളി. പിന്നെ ആള് നിൽക്കുന്നൊക്കെ ബീൻസ്. പിന്നെ താഴെ കുറെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഇല്ല, എന്റെ ആ മുകളിലത്തെ ഒരു 3 തട്ട്. പിന്നെ ഈ ഒരു കാണുന്ന ഈ വീടിരിക്കുന്ന ഈ വീടാ എന്റെ. ഈ വീടിരിക്കുന്ന ഇതിങ്ങനെ. പിന്നെ താഴെ ആ മണ്ണ് തെളിഞ്ഞു കാണുന്നതാണോ ഇത്, അത് ഉരുളക്കിഴങ്ങ് നട്ടേക്കുന്നത്. അത് 3. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം സ്ഥലം. ബാക്കിയെല്ലാം നമ്മൾ പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന. എന്താണെന്ന് വെച്ചാൽ ഇത് ശാല റിസ്ക് ഉള്ള പണിയാണ്.
സ്ട്രോബെറിയുടെ മഴക്കാലത്ത് ഇതുപോലെ ഇച്ചിരി പഴം കിട്ടണമെങ്കിൽ ഇരട്ടി പണിയുണ്ട്. സീസൺ ടൈം എപ്പോഴും ഡിസംബർ ജനുവരി, ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് നന്നായിട്ടുണ്ടാവും. അപ്പൊ ഈ തയ്യൊക്കെ ഇത് തന്നെ ആയിരിക്കും. ഇതിന്ന് പുതിയ തൈ ഉണ്ടാകുന്ന കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിപ്പോ വേറായി. ഈ തൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നടാം. പിന്നെ ഇതിന്റെ തൈ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട്, ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാടൻ തയ്യാ. ഇത് നമുക്ക് എല്ലാ നാട്ടിലും ചൂടുള്ളിടത്ത് ഇതും ഉണ്ടാവും. ആ, ഒരു തൈക്ക് 50 രൂപ വരും. ആ, ബാസ്ക്കറ്റില് നന്നായിട്ട് വേര് പിടിച്ചത് അവിടെ കൊണ്ട് ചെടിച്ചട്ടിയിൽ വളർത്താം, അല്ല മണ്ണിൽ ഇതുപോലെ നടുകയും ചെയ്യാം. കിലോ സ്ട്രോബെറിയാ ഇപ്പം വില ഇച്ചിരി കൂടുതൽ, കാരണം സീസൺ അല്ലാത്തതുകൊണ്ട്. 1/4 കിലോ 200 രൂപ വരും. ആ, കിലോ 800 രൂപ വരും. സീസൺ സമയം ആകുമ്പോൾ നമുക്കൊരു 500 രൂപ റേഞ്ചിന്, 500 400 നിൽക്കും. അന്നേരം ബൾക്കായിട്ടുണ്ടാകുന്ന സമയത്ത്. ആ, കാരണം ഇപ്പൊ നമുക്ക് ഭയങ്കര ചെലവ് കൂടുതലായിന്. പച്ചച്ചാണകമാണ് മെയിനായിട്ട്, ജൈവവളമാണ് ചേർക്കുന്നത്. പച്ചച്ചാണകം, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ. പിന്നെ ഇതിൽ ഇച്ചിരി വലിയ പഴങ്ങളൊക്കെ കിടപ്പുണ്ട് താഴെ. ആ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഞാൻ പറിച്ചു തരാവേ. ഇതാണ് ഗൈസ് പുള്ളി പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം സ്ട്രോബെറി. സംഭവം വല്ല ലെവലുണ്ടോ അവിടെ. അപ്പോൾ പുള്ളി നമുക്ക് കുറച്ച് സംഭവമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സംഭവം എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. இல்லைன்னா ஜாம வேணக்காமே இப்போ சாப்பிட்றதுக்கு எடுத்து கொடுத்தியா? எடுத்து கொடு, நல்லா பழுத்ததாக எடுத்து கொடு. ചേട്ടൻ പിന്നെ കുറച്ച് സ്ട്രോബെറിയൊക്കെ നമുക്ക് പഠിച്ചു തന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ പോയ എല്ലാവരും സ്ട്രോബെറി കഴിച്ച് സംഭവം ലെവലായിട്ടുണ്ട്. നമ്മൾ നോർമലി ഷോപ്പിന് മേടിക്കുന്ന കൂട്ടല്ല, അവിടെ നിന്ന് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ലെവലായിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ ഇപ്പം പറഞ്ഞ ഡയലോഗ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. എൻ്റെ സംഭവം അല്ലേ, ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഉണ്ടായില്ല, അതൊന്നും കേൾക്കാനും പറ്റിയില്ല. നമ്മളിപ്പോൾ ആ സ്ട്രോബെറിയും കഴിച്ച് ആ വ്യൂ ഫുള്ളും കാണുകയാണ്. നല്ല മലകളും ഫുൾ ചെടികളും ഫുൾ നല്ല വൈബ് അവിടെ. പിന്നെ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ പോയാൽ വൈനും ജാമും ഇടുന്നു വേണ്ടി, അതും കൂടി ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ പോകാൻ വേണ്ടി പോയപ്പോൾ സമയത്താണ് പറഞ്ഞത് ഒരു സംഭവം കൂടി ഉണ്ട്. എൻ്റെ സംഭവമല്ലേ, ആ ഒരു മഞ്ഞ ചെടി കണ്ടോ, ആ മഞ്ഞ പൂക്കളുള്ള ചെടി, അത് കടുകാണ്. നമ്മളിപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞാനുണ്ട്, അത് കേട്ടു നോക്ക്. ഇതാ കാണിക്കാം. ആ ചെറിയ നീളത്തിലൊരു ഇത് കാണുന്നുണ്ടോ, ഇത് ഉണക്കും. ചെടിയോട് കൂടി ഉണങ്ങും. ഇതിനകത്ത് വരുന്നതാണ് കടുക്. ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് ഇപ്പൊ ഇച്ചിരി വളമായി. അപ്പൊ ഇത് ഉണങ്ങി കഴിയുമ്പോ ഇത് പയ്യെ പൊട്ടിച്ചങ്ങെടുത്താൽ തട്ടുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഉടഞ്ഞു പോരും. എല്ലാത്തിനും കാലാവസ്ഥ കറക്റ്റ് ആണെങ്കിലേ കൃഷി കൊണ്ട് മെച്ചമുള്ളൂ. നമ്മുടെ അവിടെയുള്ള പ്രദേശമൊന്നും പറ്റത്തില്ല. കടുക് ചൂടുള്ളിടത്തൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നേ. അത് ഇതുവരെ കാര്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മളപ്പോൾ കടുകിൻ്റെ വിശേഷം പറഞ്ഞ് പയ്യനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നത് എന്തിനാണല്ലേ, വൈനും ജാമും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ഡയലോഗ് അടിച്ച സമയത്ത് പക്ഷേ മൈക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് ഒന്നും കേൾക്കാനും പറ്റിയില്ല, ഒന്നും റെക്കോർഡും ആയില്ല. നമ്മളപ്പോൾ പയ്യനെ ചേട്ടൻ്റെ വീടൊക്കെ എത്തിയപ്പോൾ എല്ലാവരും പോയി കൈ നീട്ടണം. എന്താ സംഭവം അറിയത്തില്ലല്ലോ, അപ്പം ഞാനും പോയി നീട്ടാൻ കാട്ട്. സംഭവം വേറൊന്നുമല്ല, ജാമായിരുന്നു. ജാമ് കൊടുക്കണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ജാമും ഞാനും മേടിച്ചാൽ കൊണ്ട്. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ജാമും കൊള്ളാം, വൈനും കൊള്ളാം. നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്തു. ജാമും വൈനും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട്. പിന്നെ അവർ തന്നെ ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ നമുക്ക് ജാമിന് വന്നത് 150 രൂപയുണ്ടോ, 300 ഗ്രാമിന് 150 രൂപ. വൈന് വന്നത് 300 രൂപ. എന്തായാലും സംഭവം കൊള്ളാം, പ്രൈസും അത്ര വല്ല കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചും ചെയ്തു. പിന്നെ ഈ പ്രാവശ്യവും മൈക്ക് ഓഫായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും ക്ലിയർ ആയില്ല, ഒന്നും റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഈ ഒരു ബോട്ടിലുണ്ടോ, ഇതാ പറഞ്ഞത് 150 രൂപ 300 ഗ്രാം. അപ്പം എന്തായാലും നിങ്ങൾ ഈ വരി വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ കയറണം, മേടിക്കണം.
സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം എല്ലാം കൊള്ളുകയും ചെയ്യാം. അപ്പൊ ഗായ്സ് ഞങ്ങളിത് സുരേഷ് ചേട്ടന്റെ വീട്ടിൽ നിൽക്കുകയാണ്. സുരേഷ് ചേട്ടനാണ് ഇപ്പൊ നമ്മൾ കൃഷിയൊക്കെ കാണിച്ചു തന്നത്. പുള്ളിയുടെ അവിടെ തന്നെ മുയലും ഉണ്ട്, കുറെ കോഴിയുണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇവിടെ തന്നെ സെയിൽ ഉണ്ട് കേട്ടോ അശ്വിനെ. സെയിലുണ്ട്. നമുക്ക് സ്ട്രോബെറി ജാം, സ്ട്രോബെറി വൈൻ എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളപ്പോ ഓരോന്നോരോന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും വരിക, കാണുക, വാങ്ങിക്കുക. കുഴപ്പമില്ല, എല്ലാം നോർമലി റേറ്റ് കുറവാണ്. ജൈവവളമൊന്നുമില്ല. ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണിത്. അവിടെ വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. യെസ് ഗൈസ്. പിന്നെ ഇവിടെ ചെടിയും സെയിൽ ഉണ്ട് കേട്ടോ. സ്ട്രോബെറിയും സെയിലുണ്ട്. സ്ട്രോബെറിയും ചെടിയും ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിൽ കാണാം.